FYUGP ആശയും ആശങ്കയും മാഗസിൻ സമിതി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം അഥവാ FYUGP. ജ്ഞാനസമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ നവകേരള നിർമ്മിതിയും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്ന ഉദ്ദേശ്യവും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. 2024 ജൂലൈ 1 മുതൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വാർപ്പ് രൂപവുമല്ല. 3 വർഷത്തെ ബിരുദം, 4 വർഷത്തെ ഓണേഴ്സ് ബിരുദം, 4 വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിങ്ങനെ 3 വഴികളാണ് ഓരോ വിദ്യാർത്ഥിയുടെയും മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. അധ്യാപനത്തേക്കാൾ ഇവിടെ പഠനം പ്രാധാന്യമർഹിക്കുന്നു. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും അപാർ ഐഡിയും മറ്റ് സവിശേഷതകളാണ്. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തിലെ FYUGP ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനികൾ പുതിയ പാഠ്യപദ്ധതിയെപ്പറ്റി നടത്തിയ ചർച്ചയിൽ ഉയർന്നുവന്ന ആശകളും ആശങ്കകളും ചുവടെ. വളരെ നല്ല പാഠ്യപദ്ധതി, പുതുമയുള്ള സിലബസ്, വിദേശ രാജ്യങ്ങളിൽ 4 വർഷ ബിരുദത്തിന് ലഭിക്കുന്ന അംഗീകാരം, മെച്ചപ്പെട്ട തുടർ വിദ്യാഭ്യാസ സാധ്യതകൾ, അധ്യാപനത്തിലേക്കും ഗവേഷണത്തിലേക്കും നീളുന്ന ബിരുദപാതകൾ, ഇഷ്ടാനുസരണം കോഴ്സുകൾ തിരഞ്ഞെടുത്ത് സ്വന്തം ബിരുദം ഒരുക്കിയെടുക്കാനുള്ള അവസരം, വൈവിധ്യങ്ങളെ ചേർത്തുപിടിക്കൽ, അറിവും കഴിവും തമ്മിലുള്ള അന്തരം കുറയ്ക്കൽ, ഓൺലൈൻ കോഴ്സുകൾ, ഇൻറ്റേൺഷിപ്പുകൾ തുടങ്ങിയ ആശകൾ വിദ്യാർത്ഥിനികൾ പങ്കുവച്ചു. എന്നാൽ ഓരോ സെമസ്റ്ററിലും കോഴ്സ് രജിസ്ട്രേഷൻ അപഹരിക്കുന്ന സമയം, ഓരോ മണിക്കൂറിലും ക്ലാസുകളിൽ നിന്നും ക്ലാസുകളിലേക്കുള്ള ഓട്ടം, റീവാലുവേഷൻ റിസൾട്ടിൻ്റെ കാലതാമസം, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ കാലതാമസം, കോഴ്സ് അഥവാ കോളേജ് അഥവാ യൂണിവേഴ്സിറ്റി മാറ്റുമ്പോഴുള്ള അനിശ്ചിതാവസ്ഥ, ചില വിഷയങ്ങളുടെ ഭാരിച്ച സിലബസ്, നിർജീവമാകുന്ന സ്റ്റഡി ലിങ്കുകൾ, കണ്ടെത്താനാകാത്ത സഹായക ഗ്രന്ഥങ്ങൾ, മോഡൽ ചോദ്യപേപ്പറുകളുടെ അഭാവം, മാതൃ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യ സെമസ്റ്ററുകളിൽ എടുക്കാവുന്ന കോഴ്സുകളുടെ പരിമിതി തുടങ്ങിയവ ആശങ്കകളായും നിലനിൽക്കുന്നു. ശൈശവ ദശയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ സ്വാഭാവിക പോരായ്മകളായ ഇത്തരം കാര്യങ്ങൾ വരും സെമസ്റ്ററുകളിൽ പരിഹരിക്കപ്പെട്ട് 4 വർഷ ബിരുദ പ്രോഗ്രാം മുന്നേറണമെന്നാണ് കുട്ടികളുടെ ആഗ്രഹം. തക്കതായ നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കേരള സർവകലാശാലയും കൈക്കൊള്ളണമെന്ന ആവശ്യവും വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്.